ദക്ഷിണകൈലാസം ശ്ലോകസമിതിയിലെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനോദ് വർമ്മ, ചെന്നൈയിൽ നിന്ന്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ദിലീപേട്ടൻ, അതായത് കൊടുങ്ങല്ലൂർ കോവിലകത്തെ ശ്രീ ദിലീപ് കുമാർ എന്ന ബഹുമുഖ പ്രതിഭ എഴുതിയ ഒരു മുക്തകമാണ്. ഈ കവിയെയും ഇദ്ദേഹത്തിൻ്റെ ശ്ലോകങ്ങളെയും മറ്റൊരു ശ്ലോകസഹസിൽ ആരും തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ നിരവധിയുണ്ട്. ഇത്രയേ ഉള്ളൂ എന്നല്ല, സമയപരിധിയിൽ നിന്നുകൊണ്ട് അല്പം പറയുന്നു എന്ന് മാത്രം. 1957 ജനനം. അമ്മ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടി തമ്പുരാട്ടി, അച്ഛൻ കിഴക്കേടം നാരായണ നമ്പൂതിരി. ദിലീപേട്ടനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയായ കുഞ്ഞുകുട്ടി ചിറ്റമ്മയെക്കുറിച്ച് അല്പം കൂടി പറയാതെ വയ്യ. അവർ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ സജീവമായിരുന്നു. നാട്ടിലും കോവിലകത്തും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് മുൻകൈ എടുത്തിരുന്നു. അവരുടെ ജീവചരിത്രം നാഷണൽ ബുക്ക് ട്രസ്റ്റ് PM യുവ സീരീസിൻ്റെ ഭാഗമായി ഈയിടെ പ്രസിദ്ധീകരിച്ചിരുന്നു. എൻ്റെ അച്ഛന് ജോലി കിട്ടാൻ തന്നെ കാരണമായ സാങ്കേതിക വിദ്യാഭ്യാസം അവർ തുടങ്ങി വെച്ച പോളിടെക്നിക്കിൽ നിന്നുമാണ് കിട്ടിയത്. അതുപോലെ നിരവധി പേർക്ക് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജോലി കിട്ടാനും സ്വന്തം കാലിൽ നിൽക്കാനും ഇവർ തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങൾ സഹായകരമായിരുന്നു. ദിലീപേട്ടനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ മാതൃഭാഷ നല്ലവണ്ണം പഠിപ്പിക്കാൻ യശശരീരനായ ശ്രീ മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ ശിക്ഷണവും അവർ ഉറപ്പാക്കിയിരുന്നു. നേവൽ ആർക്കിടെക്റ്റിൽ ബിരുദം നേടിയ ദിലീപേട്ടൻ ഭാരതീയ നാവികസേനയിലും തുടർന്ന് വിദേശത്ത് നിരവധി സ്ഥാപനങ്ങളിലും കപ്പൽ നിർമ്മാണവും റിപ്പയറുമായി ബന്ധപ്പെട്ട സേവനം അനുഷ്ഠിച്ച ശേഷം 2017 ജോലിയിൽ നിന്നും വിരമിച്ചു. 1990 മുതൽ ഇദ്ദേഹം ശ്ലോകരചനാ രംഗത്തുണ്ട്. ഫേസ്ബുക്ക് മുതലായ നവമാധ്യമങ്ങൾ വന്നു തുടങ്ങിയതോടെയാണ് ഇദ്ദേഹത്തിൻ്റെ രചനകൾ പുറം ലോകം അറിഞ്ഞു തുടങ്ങുന്നത്. നിരവധി മുക്തകങ്ങൾ രചിച്ചിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ കൃതികൾ പലതും അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുകയാണ്. ഉദാഹരണത്തിന് രാമായണം മുഴുവൻ 200ഓളം ശ്രദ്ധരാവൃത്തത്തിലുള്ള ശ്ലോകങ്ങളായി സംക്ഷിപ്തമായി എഴുതിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ കോവിലകം പ്രസിദ്ധീകരിച്ച സീതാസ്വയംവരം, കിരാതം എന്നീ കൂട്ടുകാവ്യങ്ങളിൽ കഥയെ സർഗങ്ങളായി തിരിക്കുകയും ഓരോരുത്തർക്കായി കഥാഭാഗങ്ങളെ വിഭജിക്കുകയും പാലിക്കേണ്ട വൃത്തനിയമങ്ങളും അർത്ഥശബ്ദാലങ്കാരങ്ങളും വർണ്ണനകളും ചേർത്ത നിയമാവലിയുണ്ടാക്കി അതനുസരിച്ച് ആദ്യന്തം കൂട്ടിയിണക്കിയത് ദിലീപേട്ടനാണ്. കൊടുങ്ങല്ലൂർ ഗുരുകുലത്തിലെ പൂർവ്വസൂരികളുടെ കൃതികൾ പലതും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയതും ഇദ്ദേഹമാണ്. അദ്ദേഹം അങ്ങനെ പരിചയപ്പെടുത്തിയ കൃതികൾ എൻ്റെ ശ്ലോകരചനയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. ഇത്രയൊക്കെയാണെങ്കിലും പലപ്പോഴും ദിലീപേട്ടന് ശ്ലോകരചനയേക്കാൾ പ്രിയം പാചകത്തിനോടാണ് എന്ന് തോന്നും. ഇദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തിക്ക് പാചകവുമായി ബന്ധപ്പെട്ട് തന്നെ 700-ൽ പരം ശ്ലോകങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ തന്നെ ശ്ലോകങ്ങൾ കൊടുങ്ങല്ലൂർ കോവിലകം പുസ്തക രൂപത്തിൽ ഇറക്കിയിരുന്നു. അതും അരിയന്നൂർ അക്ഷര ശ്ലോകവേദിയുടെ ഓൺലൈൻ മാസികയിൽ വന്ന കൃതികളും കൂട്ടുകാവ്യങ്ങളും അല്ലാതെ മറ്റെവിടെയും ഇദ്ദേഹത്തിൻ്റെ ശ്ലോകങ്ങൾ പുസ്തക രൂപത്തിൽ വന്നതായി അറിയില്ല. ദുബായിൽ തിരനോട്ടം എന്ന കലാസാംസ്കാരിക സംഘടന നടത്തുന്ന കഥകളി കൂടിയാട്ടം പരിപാടികളിൽ 2011 മുതൽ ഇദ്ദേഹം നടത്തിയിരുന്ന ലൈവ് കമൻട്രി ഈ കലാരൂപത്തിന് ജനപ്രീതി നേടുവാൻ വളരെ സഹായകമായിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, സംസ്കൃതം തുടങ്ങിയ നിരവധി ഭാഷകളുടെ ജ്ഞാനവും സാഹിത്യപരിചയവും സഹായകമായിരുന്നു താനും. ഇത്രയും മുഖവരയായി പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ശ്ലോകങ്ങളിലേക്ക് കടക്കാം. ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രിയ വിഷയമായ പാചകം തന്നെയാകട്ടെ. വെള്ളം വെട്ടിത്തിളച്ചിട്ടതിലരി മൃദുവായി വെന്തു വറുത്തിട്ടു ചൂടോടുള്ളം നന്നായി തുടച്ചോരിലയുടെ നടുവിൽ തന്നെ കുമ്പാരമാക്കാം. നുള്ളോളം നെയ്യുവീവിൽ ചെറുപയറു പരിപ്പും വിളമ്പി കുഴച്ചിട്ടുള്ളം കയ്യാലുരുട്ടി ചുടുചുടി അമൃതത്തിനൊരാരംഭമാക്കാം. കാളൻ സാമ്പാർ, എരിശ്ശേരിയുമുടനവിയൽ, പപ്പടം, കുമ്പളത്താലോലൻ, കായ്ച്ചേന, ചേമ്പാതികളുടെ വറവും ശർക്കരുപ്പേരിതാനും, ചേലൊത്തച്ചാർ, പുളിഞ്ചിയും വൃഷദധീവയൽ സേവ ചെയ്തിട്ടൊരാദ്യം നീളെ വീഴ്ത്തി ചെലുത്തിട്ടൊടുവിൽ അതവസാനിക്കുവാൻ മോരുമാവാം എന്നും സുപ്രഭാത സന്ദേശമായി ഇദ്ദേഹം പോസ്റ്റ് ചെയ്യാറുള്ള സംസ്കൃതത്തിലുള്ള ചില ശ്ലോകങ്ങൾ ശ്രദ്ധിക്കാം. ദിലീപേട്ടൻ്റെ ഒരു പ്രഭാത വർണ്ണന. പ്രകൃതേ ശാശ്വതാശ്ചര്യം ദൃശ്യതേ പ്രത്യഹർമുഖേ സുവർണലോലകം കശ്ചിത് പൗരസ്ത്യാകാശമണ്ഡലേ. പ്രകൃതിയുടെ ശാശ്വതമായ ആശ്ചര്യഭാവം എല്ലാ പ്രഭാതത്തിലും ഒരു സുവർണ പതക്കമായി കിഴക്കേ ആകാശമണ്ഡലത്തിൽ കാണപ്പെടുന്നു. മറ്റൊന്ന്,
നിമജ്യ ജലധാവിനോ നിയമവന്നിഷേധേ പുനഃ പ്രശുദ്ധിമുപലക്ഷ്യസോ ദിനമുഖേദ്യ പൂർവാംബരേ ശനൈരവനിമണ്ഡലം സമഭിവീക്ഷ്യ ചാലിംഗിതും പ്രസാരയതി സർവതോ നിജഭുജാൻ സുവർണോപമാൻ. അതിന് ദിലീപേട്ടർ തന്നെ വഴിമാറ്റം. കുളിച്ചു പകലോൻ കടൽക്കകമതിൽ നിശാവേളയിൽ വിളഞ്ഞ പരിശുദ്ധിയിൽ പുലരിയിൽ കിഴക്കമ്പരേ തെളിഞ്ഞു കരയിലിട്ടൊരാവേശമായി വളച്ചു പുണരാനവൻ കനകസാമ്യ കൈക്കൂട്ടവും. ഇനി വിദ്വാൻ ഇളയതമ്പുരാൻ്റെ രസസദനം ഭാണം എന്ന കൃതിയിൽ കൊടുങ്ങല്ലൂർ താലപ്പൊലിയുടെ ഒരു ദിവസത്തെ ആഘോഷങ്ങൾ വിവരിക്കുന്ന ഭാഗത്ത് ഉള്ള പ്രഭാത വർണ്ണന ശ്രദ്ധിക്കാം. തുടർന്ന് അത് ദിലീപേട്ടൻ ചെയ്ത വഴിമാറ്റവും. ശ്ലോകം ഇതാണ്. ആരൂഢൈരുദയാജലം ദിനപതേരുശ്രൈസ്തമിശ്രാപഹൈരാരക്തം പുരതോന്യതശ്ച വിപുലധ്വാന്താവലീമേചകം ഏതദ്ദിഗ്ബലയം വിഭാതി ബലഭിർനീലാശ്മഭിർനിർമ്മിതം ദാമേവോജ്വലപത്മരാഗഘടിത ശ്രീമന്മഹാനായകം. ഇതിന് ദിലീപേട്ടൻ്റെ മൊഴിമാറ്റം. ആദിത്യം കിഴക്കു കുന്നുമുകളിൽ കേറിട്ടിരുട്ടാറ്റിയിട്ടാദ്യം ശോണിതമാക്കിയും മറുപുറം കട്ടക്കറുപ്പാക്കിയും ദിക്കാകയും ഇന്ദ്രനീലമണികൾ കോർത്തും പതക്കത്തിനായി മധ്യേ വച്ചൊരു പത്മരാഗപവിഴം മിന്നുന്നിതാമാല പോൽ. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും ശ്ലോകരചനാ പാഠവും അല്പം വ്യക്തമായി കാണുമല്ലോ. ഇനി ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. 5-8 വർഷം മുന്നേ മന്ത്രാംഗം കൂത്തിനുപയോഗിക്കുന്ന സാഹിത്യം ദിലീപേട്ടൻ തർജ്ജമ ചെയ്തപ്പോൾ എഴുതിയതാണ്. ധർമ്മമാർഗങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമാണെന്നും മഹാമനുഷ്യർ പറഞ്ഞത് അതുപോലെ അനുസരിക്കുകയേ നിർവാഹമുള്ളൂ എന്നും ഉപദേശിക്കുന്നതിന് ഉദാഹരിക്കുന്ന ശ്ലോകമാണത്രേ ഇത്. ശ്ലോകം ഇതാണ്. കാനീനസ്യ മുനേ സ്വബന്ധവവധൂവൈധവ്യവിധ്വംസിനോ നപ്താര കില ഗോളകസ്യ തനയാ കുണ്ഡാസ്വയം പാണ്ഡവാ തേ വൈ പഞ്ചസമാനജാനയ ഇതി പ്രാതഃ സമുത്കീർത്തനം തേഷാം പാവനമാമനന്തി മുനയോ ധർമ്മസ്യ സൂക്ഷ്മാഗതി. ഇതിൽ കാനീനസ്യ, കാനീനൻ്റെ, കാനീനൻ എന്ന് പറഞ്ഞാൽ കന്യകയുടെ മകൻ, മുനിയെ കാനീനസ്യ മുനി, കാനീനനായ കന്യകയുടെ മകനായ മുനി, ആ മുനിയുടെ കാനീനസ്യ മുനി അതായത് പരാശര മഹർഷിക്ക് കന്യകയായ സത്യവതിയിലുണ്ടാകുന്നതാണല്ലോ വ്യാസമഹർഷി. സ്വബാന്ധവ വധുവിൻ്റെ വൈധവ്യം ഇല്ലാതാക്കിയതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായ ചിത്രാംഗതൻ്റെയും വിചിത്രവീര്യൻ്റെയും ഭാര്യമാർ അംബിക, ബാലിക, അവരിലാണല്ലോ ധൃതരാഷ്ട്രവും പാണ്ഡവും ഉണ്ടാകുന്നത്. നപ്താര പൗത്ര കില ഗോളകസ്യ തനയാ കുണ്ഡാസ്വയം പാണ്ഡവ. അങ്ങനെയുള്ള പാണ്ഡവർ കുണ്ട എന്ന് പറഞ്ഞാൽ ഭർത്താവ് ജീവിച്ചിരിക്കെ അമ്മയ്ക്ക് മറ്റൊരാളിലുണ്ടാകുന്ന സന്തതിയാണ്. ദൈവം ഇനി അവരുടെ കാര്യം പറയുകയാണെങ്കിൽ പഞ്ചസമാന ജാനയ, 5 പേര് ഒരുമിച്ച് ഒരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചതാണ്. ഇതി പ്രാതസമുത്കീർത്തനം, ഇങ്ങനെ എന്ന് രാവിലെ സങ്കീർത്തനം ചെയ്യുന്നത്. തേഷാം പാവനമാമനന്തി മുനയോ, ഇത് വളരെ പാവനമാണ് എന്ന് മുനിമാർ പറയുന്നു. ധർമ്മസ്യ സൂക്ഷ്മാഗതി, ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി ഇത് ദിലീപേട്ടൻ്റെ മൊഴിമാറ്റം. കന്യാസൂനു മഹർഷിയാലയനുജൻ തൻ ഭാര്യയിൽ ജാതനം മന്നൻ തൻ്റെ വധുദ്വയത്തിലവരർക്കുണ്ടായി മഹാപാണ്ഡവർ. ഒന്നിച്ചൊന്നിനെ വിട്ടുപോലവരെയും നിത്യം സ്മരിക്കുന്നതോ പുണ്യം താൻ. ഇതുരച്ചിടുന്നു മുനിമാർ ധർമാർത്ഥമോ ദുർഗ്രഹം. മൂലശ്ലോകത്തിനോട് ഇത്രയും ചേർന്ന് നിൽക്കുന്നതിനാൽ മറ്റൊരു വിശദീകരണം വേണ്ട എന്ന് കരുതുന്നു. ദിലീപേട്ടൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലി ഈ ശ്ലോകാസ്വാദനം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. കന്യാസൂനു മഹർഷിയാലെ അനുജൻ തൻ ഭാര്യയിൽ ജാതനം മന്നൻ തൻ്റെ വധുദ്വയത്തിൽ അപരർക്കുണ്ടായി മഹാപാണ്ഡവർ.
ഒന്നിച്ചൊന്നിനെ വെട്ടുപോൽ അവരെയും നിത്യം സ്മരിക്കുന്നതോ പുണ്യം താൻ. ഇതുരച്ചിടുന്നു മുനിമാർ ധർമാർത്ഥമോ ദുർഗ്രഹം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.